ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഈ ബൈബിൾ സ്റ്റഡിയുമായിട്ട് ഈ മൂന്നാം ബൈബിൾ സ്റ്റഡി, ഈ സീരീസിന്റെ മൂന്നാം ബൈബിൾ സ്റ്റഡി തുടങ്ങുവാൻ ദൈവം ഇന്ന് അവസരം തന്നല്ലോ. അതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ അറിയുന്ന വിഷയത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നുള്ള ആ വാക്യത്തെ ആധാരമാക്കി ദൈവത്തെ അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അറിവുണ്ട്. ഓക്കെ, ദൈവത്തെ കുറിച്ച് അറിയാൻ പറ്റും, ദൈവത്തെ അറിയാൻ പറ്റും, ദൈവത്തെ പേഴ്സണലായിട്ട് അറിയാൻ പറ്റും. ഇതെല്ലാം പലതരത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ഈ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുകയാണ്. ഓക്കെ, ഈ ബൈബിൾ സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടണം. അത് നിങ്ങൾക്കും പ്രയോജനപ്പെടണം, നിങ്ങളിൽ കൂടെ അത് മറ്റു പലർക്കും കൂടെ പ്രയോജനപ്പെടണം. അങ്ങനെ നിങ്ങൾ അങ്ങനെ അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അത് അത്യാവശ്യമാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ ആ ബൈബിൾ സ്റ്റഡിയിലേക്ക് പോവുകയാണ്. ഓക്കെ ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ എടുത്തത് ദൈവത്തിന്റെ ആസ് എ പേഴ്സൺ, ഒരു എക്സിസ്റ്റിംഗ് വ്യക്തി എന്നുള്ള രീതിയിൽ ആ വ്യക്തിയുടെ ചില എക്സിസ്റ്റൻസിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, എങ്ങനെ ചില പ്രത്യേകതകൾ. ഓക്കെ, നമുക്ക് ചില പ്രത്യേകതകളൊക്കെ ഇല്ലേ. നമുക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നമുക്കല്ലാതെ തന്നെ മറ്റു ചില കഴിവുകളൊക്കെ മറ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് ഈ ലോകത്തിൽ കാണുന്ന മറ്റു പല കാര്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ചില പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ദൈവത്തിന് ആസ് എ പേഴ്സൺ പുള്ളിയിൽ അദ്ദേഹത്തിനുള്ള ചില പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ട്. ഇത് എന്തിനാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു നല്ല വിശ്വാസവും അറിവും ഒക്കെ നമുക്കുണ്ടാകണം. അറിവിൽ കൂടെ മാത്രമേ നമുക്ക് വിശ്വാസവും വരത്തുള്ളൂ. കാരണം പലപ്പോഴും നമുക്ക് ചിലപ്പം ചില നമ്മൾ ഈ ലോകത്തിൽ താമസിക്കുമ്പോഴൊക്കെ നമ്മൾ മറ്റു പല ദൈവങ്ങളുടെയും അതിനെ ആരാധിക്കുന്ന മനുഷ്യരുടെയും ഒക്കെ ഇടയിൽ താമസിക്കുമ്പോൾ അവരുടെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് തന്നെ ആ ക്വസ്റ്റ്യൻസിൽ കൂടെ നമുക്കും ചിലപ്പോൾ സംശയങ്ങളൊക്കെ തോന്നാനും നമ്മുടെ ദൈവത്തിന്റെ കഴിവിനെ കുറിച്ചും ശക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ നമുക്കും ചില കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യം, നമുക്കത് ഒരു കോൺഫിഡൻസോടെ, വിശ്വാസത്തോടെ, നമുക്ക് പൂർണ്ണ ഉറപ്പ് വേണം. നമ്മുടെ ദൈവത്തെ ഇവരാരും പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, ഇവരാരും പറയുന്ന രീതിയിലുമല്ല. അപ്പൊ തന്നെ ദൈവത്തെ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. ഏത് ദൈവത്തിന്റെ സ്വഭാവത്തിലും ദൈവം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉന്നതമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അത് സത്യമായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റു മനുഷ്യർ പ്രതീക്ഷിക്കുന്ന പോലൊക്കെ സംഭവിക്കാത്തതോ അല്ലെങ്കിൽ ദൈവം പെട്ടെന്ന് അങ്ങനെ ചെയ്യാത്തതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ബുദ്ധി, ദൈവിക ഉദ്ദേശം, ഇതിനെല്ലാം ആസ്പദമാക്കിയ. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തെയൊക്കെ നമ്മൾ വിശ്വസിക്കണം. കാരണം അതാണ് എപ്പോഴും നമുക്ക് നല്ലത്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം ദൈവത്തിന്റെ സമയത്തും ദൈവത്തിന്റെ രീതിയിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അതിനപ്പുറമായിട്ട് ദൈവം ഒരിക്കലും നമ്മുടെയൊക്കെ ചലഞ്ച് കേട്ടോ, ലോകത്തിന്റെ ചലഞ്ച് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഇമോഷൻസ് കൊണ്ടോ ഒന്നും അങ്ങനെ ദൈവത്തെ ചലഞ്ച് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ദൈവം എല്ലാം തൻ്റെ ബുദ്ധിക്കനുസരിച്ചേ ചെയ്യത്തുള്ളൂ, ജ്ഞാനത്തിനനുസരിച്ചുള്ളൂ, നമ്മുടെ നന്മയ്ക്കനുസരിച്ചേ ചെയ്യത്തുള്ളൂ. നമുക്ക് ഏതാണ് ശരി, ഏതാണ് നന്മ എന്ന് നമുക്കറിയത്തില്ല. അതറിയാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ രീതികളിലും ബുദ്ധിയിലും സമയത്തിലും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടി, ഒക്കെ നമുക്ക് ഉറപ്പുള്ള ഒരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി, ആ ദൈവത്തെ, ആ അപ്പനെ നമുക്ക് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സ്റ്റഡിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ഓക്കെ, അത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഓക്കെ, അദ്ദേഹത്തിന്റെ ആ പ്രത്യേക സ്വഭാവ വിശേഷതകളിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ഓക്കെ, yeah, it is God is infinite. Okay,
ഇൻഫൈനൈറ്റ് മീൻസ് ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എവിടെയെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഒരിടത്ത് ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ വേറെ പല ക്വാളിറ്റീസ് പഠിച്ചു. അതിൽ ഒന്ന് ഗോഡ് സെൽഫ് എക്സിസ്റ്റന്റ് ആണ്, അല്ലേ? മീൻസ് ദൈവം സ്വയംഭൂവായിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ തന്നെ ഗോഡ് സെൽഫ് സഫിഷ്യന്റ് ആണ്, ആത്മനിർഭരമായിട്ടുള്ള ആളാണ്. ദൈവത്തിന് ആരുടെയും സഹായങ്ങളോ ഹെൽപ്പോ അല്ലെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അത് ഏത് തരത്തിലാണെങ്കിലും, അത് ദൈവത്തിന്റെ ഉപയോഗത്തിനുള്ള ആവശ്യത്തിനാണെങ്കിലും ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന് ആവശ്യത്തിനുള്ളതാണെങ്കിലും ദൈവത്തിന് പറഞ്ഞ ഒരു കാര്യം പൂർത്തീകരിക്കുന്നതിന് ദൈവത്തെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് കാര്യത്തിലാണെങ്കിലും അതിലൊന്നും ദൈവത്തിന് ആരുടെയും സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ദൈവത്തിന് അതിനുള്ള കഴിവുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വായിച്ച ദൈവം, നമ്മൾ പഠിച്ച ദൈവം ശാശ്വതമാണ്, ഇറ്റേണൽ ആണ്. ഓക്കെ, ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമായിട്ട് പഠിച്ചത്. അല്പമായിട്ട് മാത്രമേ ഇതിനകത്ത് ഈ സ്റ്റഡിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നാലാമത്തെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത്. ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്. ഗോഡ് ഈസ്, ദൈവത്തെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. അത് ഏത് വിഷയത്തിലും, ദൈവത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലും, ദൈവത്തിന്റെ വിശുദ്ധിയാകാം, ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളാകാം, ദൈവത്തിന്റെ ശക്തിയാകാം, ദൈവത്തിന്റെ ജ്ഞാനമാകാം, അങ്ങനെ ദൈവത്തെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, അതെല്ലാം നമുക്ക് വേണ്ടി ദൈവം പ്രയോഗിക്കുമെന്നൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കും. അതിൽ ചില കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം. അപ്പൊ ഇത് നമ്മൾ കുറച്ച് പറഞ്ഞു പഠിച്ചത് ദൈവം ഇൻഫിനിറ്റ് ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു നിർത്തിയ ആ കാര്യത്തിൽ ഒന്നുകൂടെ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കും. നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ ഒരു വാക്യത്തിൽ കൂടിയാണ് നമ്മൾ പഠിച്ചത്. അതൊന്ന് വായിച്ച് നമുക്കൊന്ന് അറിയാം. അതായത് അപ്പോസ്തല പ്രവൃത്തിയില് ആദ്യം നമ്മൾ വായിച്ച ശലോമോന്റെ പ്രാർത്ഥനയായിരുന്നു. ശലോമോന്റെ പ്രാർത്ഥനയിൽ വലിയൊരു ആലയമൊക്കെ ഉണ്ടാക്കിയിട്ട്, പക്ഷെ ശലോമോൻ അവിടെ പറയുന്നുണ്ട്, ദൈവമേ എനിക്കറിയാം നീ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു ആലയത്തിൽ നീ ഒതുങ്ങുന്നില്ല, പിന്നെ ഈ ആലയത്തിലും നീ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല എന്ന് എനിക്കറിയാം. എന്നാലും നിന്റെ പ്രസൻസ് ഇവിടെ വരും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ദൈവത്തെ മാനിക്കാനും ദൈവത്തെ ആരാധിക്കാനും വേണ്ടി എന്നാൽ കഴിയുന്ന വിധം ഞാനൊരു ആലയം, അത് എനിക്ക് വേണ്ടിയിട്ടും ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയതാണെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ശലോമോന്റെ ആ ആലയത്തിനകത്ത് മുഴുവൻ ദൈവം അങ്ങ് ഒതുക്കി എന്നുള്ള ഒരു അർത്ഥമോ അങ്ങനെ ഒരു വിചാരമോ അതിനകത്തില്ല. അതെല്ലാം ശലോമോനും അറിയണം, നമ്മളും അറിയണം. ഓക്കെ, ഓക്കെ. പിന്നെ അടുത്ത് നമ്മൾ വായിച്ച ഒരു വാക്യം, എന്നാല് ദൈവം ഭൂമിയിലെങ്ങും കുടിയിരിക്കേണ്ടതിന്, വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16:24 തൊട്ട് 26 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചത്. അതൊന്നുകൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17 അതിന്റെ 17-ാം അധ്യായം അതിന്റെ 24 തൊട്ട് 26 വരെയുള്ള വാക്യം. ഓക്കെ, അതിന്റെ സർക്കംസ്റ്റാൻസ് ഒക്കെ ഞാനൊന്ന് പറഞ്ഞതാ. അവിടെ ഇരിക്കുന്നത്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാവുണ്ട്. സ്വർഗവും ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അത് എൻ്റയർ ക്രിയേഷൻ ആണ്. സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം വസിക്കുന്ന സ്വർഗം എന്നുള്ള മാത്രം ഉദ്ദേശത്തിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. മീൻസ് ദ എൻ്റയർ ക്രിയേഷനും, അത് സ്വർഗമായി എന്നാൽ പോലും അതെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പം സ്വർഗത്തിനോ ഭൂമിക്കോ ഒന്നിലും ഒതുങ്ങാൻ കഴിയാത്തതിനെ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം ശലോമോൻ ഒരു ആലയം പണിത് കഴിഞ്ഞിട്ട് അവിടെ മുഴുവനായിട്ട് ദൈവത്തെ ഒതുക്കാൻ പറ്റുമെന്ന് ഒതുക്കും. അപ്പൊ ഞാനിത് എന്തിനാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെയും ആ ദൈവത്തിന്റെ മഹത്വത്തെ, ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മള്. അപ്പൊ നമ്മൾ ആ ദൈവത്തെ എത്ര റെവറൻസോടുകൂടെ മഹത്വത്തോടുകൂടെ കാണണം. ഓക്കെ, ആ ദൈവത്തെ നമുക്കൊരിക്കലും കാണാനോ അങ്ങനെ പറ്റാത്ത ആ ദൈവത്തിന്റെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിപ്പവും അതിന്റെ മഹത്വത്വം കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ അതിനെ നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ കണ്ണുകൾക്കും മനസ്സുകൾക്കും ബുദ്ധിക്കും ഒക്കെ അതിർത്തി നിൽക്കണമെന്നുള്ള അങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ, എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വചനത്തിലൂടെ തന്നിട്ടുമുണ്ട്. ഓക്കെ,
ഇനി അടുത്ത ഒരു വാക്യം ഞാൻ വായിക്കുന്നതായിട്ട് പറഞ്ഞ് എന്നിട്ട് അറിഞ്ഞ് പിന്നെ ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാണ് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്തത് എന്നിട്ട് പറയുന്നു താൻ എല്ലാവർക്കും ശ്വാസവും സൗകര്യം. ഞാൻ എല്ലാവർക്കും കൊടുക്കാനേ പറ്റത്തുള്ളൂ, കാരണം ഞാൻ സൃഷ്ടിച്ചതിന് ഞാൻ എനിക്ക് കൊടുക്കും. പക്ഷേ സൃഷ്ടിച്ച എനിക്ക് നിങ്ങൾ എന്ത് തരും? എൻ്റെ ആവശ്യത്തിനുള്ള കാര്യം നിങ്ങളോട് ചോദിക്കും. അതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കൊടുക്കാൻ ആകയാൽ താൻ എല്ലാവർക്കും ജീവന് ശ്വാസവും സകലം കൊടുക്കുന്നതിനാകിയാൽ വല്ലതിനും മുട്ടുള്ളവർ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. മനുഷ്യ കൃഷികളായിട്ടുള്ള ഒരു സേവനം കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്ന ദൈവം അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താനോ ഒന്നും കഴിയത്തില്ല. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനൊന്നും നിങ്ങൾക്ക് കഴിയത്തില്ല. എനിക്ക് എൻ്റെ കാര്യം നിറവേറ്റാനുള്ള അതെല്ലാം സെൽഫ് സഫിഷ്യൻസി എനിക്കുണ്ട്. ഓക്കെ, അടുത്ത വായിക്കാൻ. ഇനി അടുത്ത ആ ഭാഗത്തിലാണ് ഞാൻ ആ ഭാഗത്തെക്കുറിച്ചാണ് ഇന്നൊരു അല്പം കൂടി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആകാൻ, അതല്ലേ നിങ്ങളുടെ ആവശ്യം. അല്ലാതെ ഞാൻ മനസ്സിലായില്ല. ഭൂതലത്തിൽ എങ്ങും കൂടി ഇപ്പൊ എല്ലാവർക്കും ഞാൻ എപ്പോഴും എവിടെയും അവൈലബിൾ ആകാൻ ഒരുത്തനിൽ നിന്ന് മീൻസ് ആദമിൽ നിന്ന് തുടങ്ങിയ കാര്യം പറഞ്ഞ് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യനിൽ നിന്നാണ് ഉളവാക്കിയെങ്കിലും ആ മനുഷ്യൻ ഞാൻ ലോകത്തിന്റെ സകല സൈഡിലേക്കും ആ മനുഷ്യനെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അയച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് എൻ്റെ ആലയമായിട്ട് ഒരു സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യാൻ ഈ ജനങ്ങളെ എല്ലാം വെച്ചാൽ ഞാൻ ആ മനുഷ്യൻ്റെ ഉള്ളിലാണ് അവരുടെ മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. അപ്പൊ എന്തിനൊക്കെ എങ്ങും കുടിയിരിപ്പാനായിട്ട്, അപ്പൊ ദൈവത്തിന് വസിക്കാനായിട്ടാണ് ദൈവം തന്നെ തന്റെ വാസസ്ഥലം ഉണ്ടാക്കി. ആ വാസസ്ഥലം ഏതായത് ഈ മനുഷ്യൻ, അതായത് നിങ്ങൾ, ഞാൻ. അപ്പൊ നമ്മളിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ നമ്മളിൽ ദൈവം വസിക്കുന്നു അല്ലെ. അപ്പൊ ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന ആ സ്ഥലത്തിന് നമ്മൾ പറയുന്ന വാക്യം എന്താ? നമ്മൾ പറയുന്ന വചനം എന്തുവാ? ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ദൈവം ഉള്ള സ്ഥലത്തെ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ ഭാരതദേശത്തിലെ ഭാഷകൾ വെച്ചൊക്കെ ആണെങ്കിൽ ടെമ്പിള് അല്ലെങ്കിൽ മന്ദിരം അല്ലേ. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെയൊക്കെയുള്ള നമ്മൾ കാണുന്ന മന്ദിരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മന്ദിരമാണെന്ന് പറഞ്ഞ് ചിലതൊക്കെ എടുത്ത് വെച്ചിരിക്കുക. പക്ഷേ അതാണോ മന്ദിരം? മന്ദിരം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ദൈവം വസിക്കുന്നത്, ജീവനുള്ള ദൈവം വസിക്കണം. അപ്പൊ ജീവനുള്ള ദൈവത്തെ എങ്ങനെ ഒരു മുറിക്കകത്ത് അടച്ചിടാൻ പറ്റുന്നേ? ഇപ്പൊ നമുക്കും ജീവനുണ്ടല്ലോ. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് നമ്മൾ വെച്ചിട്ട് പൂട്ടിയിട്ടാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? അതിനകത്ത് ഇരുന്നോളാൻ പറഞ്ഞാൽ അവിടെ ഇരുത്താൻ പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ പറ്റുന്നതാണോ? ജീവനുള്ള ഒന്നിനും ഒരിടത്തും അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല. അത് നമുക്കിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളെ സൃഷ്ടിച്ച ആ ജീവനിൽ നിന്നാണ് നമ്മൾ ജീവൻ പ്രാപിച്ചത്. അത്രയും ജീവനുള്ള ആ ദൈവത്തെ, നിത്യജീവൻ പോലും നമുക്ക് ദൈവത്തിൽ നിന്നല്ലേ ലഭിച്ചത്. ഓക്കെ, അപ്പൊ ആ ഇത്രയും ജീവനുള്ളത് സ്വാതന്ത്ര്യത്തോടെ, അവൻ എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നത്. അത്രയും സ്വാതന്ത്ര്യത്തെ നമുക്ക് ഒരിടത്ത് ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ അവിടെ ഇരുന്നോണം ഞാൻ എന്നും വൈകിട്ട് വന്നിട്ട് അവിടെ കണ്ടോളാം എന്നൊക്കെ പറയാൻ പറ്റുമോ? ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് ദൈവം പറയുന്നത്. അങ്ങനെ ഒതുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നെ ആരാധിക്കണം, എന്നെ മഹത്വപ്പെടുത്തണം, എനിക്ക് ഇടപെടണം, എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം. അങ്ങനെയുള്ള ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള എനിക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു ഏരിയക്ക് വേണ്ടിയിട്ട് എൻ്റെ ബുദ്ധിക്ക് ജ്ഞാനത്തിനനുസരിച്ച് എനിക്ക് വസിക്കാനും ഇടപെടാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയ തരത്തിൽ ഞാനൊരു ഭൂതലത്തിലെങ്കിൽ കൂടിയിരിക്കാൻ ഞാനൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മനുഷ്യനാണ്. ആ മനുഷ്യന് എനിക്ക് ഇത് താമസിക്കാനും എന്നെ മനസ്സിലാക്കാനും എന്നോട് സംസാരിക്കാൻ എനിക്ക് ഇടപെടാനും ഒക്കെ അവരുടെ ഹൃദയം എനിക്ക് മഹത്തായ ഒരു ദേവാലയമാണ്. അത് മഹത്തായ ഒരു മന്ദിരമാണ്. അവർക്ക് എത്ര വേണമെങ്കിലും സ്തുതിക്കാനും പറ്റും, ആരാധിക്കാനും ഒക്കെ പറ്റും. കാരണം ഹൃദയത്തിലാണ് സ്തുതി വേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് സ്തുതികളിന്മേൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞാല് ദൈവം നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ദൈവത്തിന് സ്തുതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ. സാധാരണയായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആലയത്തിൽ പോയി ആർട്ടിഫിഷ്യൽ എന്ന് പറയും. എല്ലാ ഹൃദയത്തിൽ നമ്മൾ വസിക്കുമ്പോൾ എന്നും നമ്മുടെ ഹൃദയത്തിൽ ആരാധനകളുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ദൈവാരാധനയാണല്ലോ പോകുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ വസിക്കുന്നത്. അതിന് പറഞ്ഞാൽ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിനോടനുബന്ധിച്ച് നമുക്ക് 1-2 വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില പ്രൂഫിന് വേണ്ടിയിട്ട്, കാരണം നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും അത് വായിക്കാം. 1 കൊരിന്ത്യർ 3 ആദ്യത്തെ വാക്യം വായിക്കാം. 1 കൊരിന്ത്യൻസ് 3 16-17. ഇത് എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് വായിച്ചതാണ്. ഒന്നിട്ട് വായിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. പക്ഷെ ജീവനുള്ള ദൈവം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? മന്ദിരം. അപ്പൊ ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള മന്ദിരമാണെന്നും പിന്നെ അതുപോലെ എന്തുവാ അവിടെ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തത് ദൈവത്തിന്റെ മന്ദിരം എന്നും ആ മന്ദിരം എന്ന് പറഞ്ഞാൽ വായിക്കുന്ന പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ എങ്ങനെ വസിക്കുന്നേ? ഫിസിക്കലായിട്ടുള്ള ദൈവത്തിന് ശരീരമില്ല,
ആ ആത്മാവായിട്ട് തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ. ആ ദൈവം വസിക്കുന്നുണ്ട്, ആത്മാവ് വസിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ആ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ അറിയുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം വായിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ ഞാൻ ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് എനിക്കൊരിക്കലും ഈ മന്ദിരത്തെ വേറെ ഒരു അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിനെ ദൈവത്തെ നമ്മൾ വിളിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന് പരിശുദ്ധിയുടെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. അപ്പം വിശുദ്ധിയുടെ ആത്മാവ് വസിക്കുന്ന ആ ദൈവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ ശരീരത്തിനെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ ആത്മാവിന്റെ സ്വഭാവം മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഇടപെടാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിനെ വേറെ രീതിയിൽ ആ വ്യക്തി ഉപയോഗിച്ചാൽ, അതുകൊണ്ടാണ് ആ വശത്ത മന്ദിരത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നശിപ്പിക്കാൻ ഇങ്ങനെ പോകുമ്പോൾ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകും. ആ വ്യക്തിയുടെ കാരണം അങ്ങനെ വയ്ക്കുന്നതിനെ പിന്നെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല, നിത്യത്തിൽ കൊണ്ടുപോകത്തില്ല, ദൈവ പദ്ധതിയിൽ നിന്ന് തള്ളിക്കളയുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നശിപ്പിക്കണം, ആ സൃഷ്ടിയെ അവൻ നശിപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പറയാണ് അവനെ നശിപ്പിക്കുന്നത്. പിന്നെ അവന്റെ ആത്മാവിനെ ഞാൻ ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്നുള്ളൊക്കെയുള്ള അർത്ഥം ഇവിടെ അതിനുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം എന്താ? വിശുദ്ധമല്ലോ. ദൈവം വിശുദ്ധനാണ്. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ നമ്മളും വിശുദ്ധരാണ്. അപ്പൊ നമ്മളെ വിശുദ്ധിയായിട്ട് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ഈ നമ്മളെന്ന് പറയുന്നതാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും വിശുദ്ധമായിട്ട് സൂക്ഷിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ടെന്നാണ് ആ വാക്യത്തിന് തന്നെ. ഓക്കെ, എന്നിട്ട് പറയുന്നത്, നിങ്ങളും അങ്ങനെ തന്നെ. അതായത് ഞങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ദൈവാത്മാവ് വസിക്കുന്ന നിങ്ങളും അങ്ങനെ തന്നെ. ഇത് മനസ്സിലാക്കി അതുപോലെ ചെയ്യണം. ഓക്കെ, ഇതിനോട് ചേർന്നൊരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതിന് തന്നെ 1 കൊരിന്ത്യരിൽ തന്നെ 6-ാം അധ്യായം, 1 Corinthians 6th chapter, First Corinthians 6th chapter, 19th and 20th. എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും ഒന്ന് പറയാൻ മാത്രമേ എനിക്ക് സമയം കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ നോക്കാം. 19th വേഴ്സ് നോക്കുക. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, സ്നാനപ്പെടുമ്പോൾ വിശ്വസിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദാനമാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ദൈവം നമുക്ക് ദാനമായിട്ട് തരും. അത് നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാനല്ല. നമുക്കറിയാമല്ലോ, ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമുക്ക് ആ ആത്മാവിനെ ഉപയോഗിക്കാനല്ല, ആ ആത്മാവിന് നമ്മളെ ഉപയോഗിക്കാനാണ്. ഓക്കെ, കാരണം നമ്മളെ പണിയാനാണ് ആ ആത്മാവ് വരുന്നത്, നമ്മളെ കൺട്രോൾ ചെയ്യാനും നമ്മളെ സ്വർഗത്തിലേക്ക് തയ്യാറാക്കിക്കൊണ്ട്. അപ്പൊ നമ്മൾ അതിന് കീഴ്പ്പെടുക എന്നുള്ള, അവിടെയാണ് നമ്മൾ മത്തയുടെ സുവിശേഷമൊക്കെ ഞാനോ കുറയണം, നീയോ വളരണം. എന്നിൽ പരിശുദ്ധാത്മ വളരണം, ദൈവിക ശക്തി വളരണം, ദൈവം വളരണം, ദൈവത്തിന് നിയന്ത്രിതമാകണം. അങ്ങനെ ദൈവത്തെ നമ്മൾ കർത്താവായി സ്വീകരിക്കുന്നു. ആ കാര്യം ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അതിനാണ് ദൈവം നമുക്ക് വന്നിരിക്കുന്നത്. എന്നിരിക്കെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന ഈ തന്നിരിക്കുന്ന ദാനത്തെക്കുറിച്ച് നമ്മൾ വേറൊരു ബൈബിൾ സ്റ്റഡിയിൽ എടുത്തോളാം. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സപ്പ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റഡി ശരിയാകത്തില്ല. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് വേറൊരു ബൈബിൾ സ്റ്റഡി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന അപ്പൊ നിങ്ങൾ ആരുണ്ട്? ദൈവത്തിന്റെ ദാനമായി ആത്മാവാണ് ആര്? വ്യക്തി. അപ്പം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ദൈവം നിങ്ങളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏത് രൂപത്തിൽ? പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ ദൈവം നിങ്ങൾക്കകത്തുണ്ട്. ഓക്കെ, അപ്പം ദൈവം അങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ദൈവത്തെ സ്വീകരിച്ചപ്പോൾ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ദൈവം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വസിക്കാനായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ അവയർനെസ് ആയിരിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മള് കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ന് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചോ, ഒരിക്കലും നമ്മൾ പിന്നെ ലോകത്തിൻ്റെതല്ല, നമ്മൾ കർത്താവിനുള്ളതാണ്. പിന്നെ നമ്മൾ സ്വർഗത്തിൻ്റെതാണ്. നമ്മുടെ നാഷണാലിറ്റി ഒക്കെ പിന്നെ സ്വർഗമാണ്. നമ്മുടെ പൗരത്വമൊക്കെ അവിടെ. ഇതൊക്കെ നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പല സമയങ്ങളിലായിട്ട് നമ്മൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക. ഇത് പക്ഷേ ദൈവം ഈ സത്യം പറയുമ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത്,
ദൈവത്തിന് ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ഓക്കെ, ഇത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മുടെ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ ലോകത്തിനും പാപത്തിനും പിശാചിനും ഒക്കെയുള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നവരായിരുന്നു, പദ്ധതിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നവരായിരുന്നു, സ്വർഗത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നവരായിരുന്നു, ന്യായവിധിക്ക് അധീനപ്പെട്ടിരിക്കുന്നവരായിരുന്നു. അവിടെ നിന്ന് നിയമപരമായി നമ്മളെ റിലീസ് ചെയ്യാൻ, വിടുവിക്കുവാനായിട്ട് കൊടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കാൽവരി ക്രൂശിലൂടെയും ഒക്കെ കൊടുത്ത് നമ്മളെ ആ പിടിയിൽ നിന്നും, ആ പാപത്തിന്റെ പരിണിത ഫലത്തിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചു. അതിനായിട്ട് ദൈവം നമ്മളെ വിടുവിക്കാനായിട്ട് ഒരു വില കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുന്നതാണ് ആ കർത്താവിനെ നമ്മൾ രക്ഷാവായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അല്ലാതെ കർത്താവിനെ രക്ഷാവായി സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് ചെയ്ത കാര്യങ്ങൾ, അതായത് നമ്മളെ ആ പാപത്തിൽ നിന്നും, പാപത്തിന്റെ പരിണിത ഫലമായ നരകത്തിൽ നിന്നും, അതായത് നിത്യമരണത്തിൽ നിന്നും ഒക്കെ നമ്മളെ വിടുവിക്കാൻ ദൈവം നിയമപരമായിട്ട്, ദൈവത്തിന്റെ നിയമത്തിന് പരമായിട്ട് ദൈവിക കോടതിയിൽ തന്നെ ദൈവം ഒരു വില കൊടുത്തിട്ടുണ്ട്. ആ നിയമപരമായിട്ട് ചെയ്യേണ്ട ആ പ്രായശ്ചിത്തം എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തു തന്നെ കാൽവരി ക്രൂശിൽ നമുക്ക് ചെയ്തതാ. പക്ഷെ ഇപ്പോൾ നമ്മുടെ സ്കോപ്പിൽ, ബൈബിൾ സ്റ്റഡിയുടെ സ്കോപ്പിൽ ആ സ്റ്റഡി ഇപ്പോൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പൊ ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മളിപ്പോ ഇത് ദൈവത്തെ അവരുടെ ഒതുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒതുക്കാൻ പറ്റത്തില്ല എന്നുള്ള വിഷയം വന്നപ്പോഴാണ് പറഞ്ഞെങ്കിലും ആ ഭാഗം വരുമ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയണം. മനസ്സിലായി? അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു ഓണർഷിപ്പ് ഇല്ല. അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ലോകത്തിൽ ഒരു മനുഷ്യനെയും അങ്ങനെ നമ്മുടെ ഓണർഷിപ്പ് കൊടുക്കത്തില്ല. മനുഷ്യർക്ക് കൊടുക്കരുത്, പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അതിനെയാണ് നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്നത്. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടക്കണം, അതായത് കർത്താവ് ദൈവത്തിന് നടക്കണം. നമ്മുടെ ഓണർഷിപ്പ് നമ്മളെ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നൊന്നും അതിനകത്ത് അർത്ഥമില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഒരു ദൈവമക്കൾക്കുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെയാണ് അതിൽ കൂടെ അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സ്വാതന്ത്ര്യത്തെക്കൊക്കെ നമ്മൾ ബൈബിൾ സ്റ്റഡി കൂടെ ഇനി മുന്നോട്ട് ഭാവി കാലങ്ങളിൽ വരാം എന്ന് ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഇത് മനസ്സിലായി. അപ്പം ദൈവം പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ നമ്മളെ മന്ദിരമാക്കി നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മളെ പോലുള്ളവർ എല്ലാ ഭൂമിയിലും ഉള്ളത് കൊണ്ട്, ഭൂമിയിൽ എങ്ങും ദൈവത്തിന് കുടിയിരിക്കാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അതുകൊണ്ട് കൈപ്പണിയായിട്ടുള്ള ഒരിടത്തും ഞാൻ വസിക്കത്തില്ല, അങ്ങനെ വസിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുമില്ല എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ അല്പമായിട്ട് മാത്രം ഒന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാം. അതിനായിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് അതിൻ്റെ ബൈബിൾ സ്റ്റഡിയുടെ ആ ഭാഗങ്ങളിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഇതുവരെ വായിച്ചത് ദൈവത്തെ നമുക്ക് ഒരിക്കലും ഒരിടത്തും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ള. ഇനി അടുത്ത അഞ്ചാമത്തെ ദൈവിക സ്വഭാവമായിട്ട് ഞാൻ ഇതിൽ നിന്ന് എഴുതിയിരിക്കുന്നത്, ദൈവം എന്താ സർവവ്യാപിയാണ്. സർവവ്യാപി, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഓംനി പ്രസന്റ്. ഈ ഓംനി എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എന്നുള്ള, സർവ എന്നുള്ള ആ ഒരു മീനിങ്ങിനായിട്ട് നമ്മൾ ഈ ഇംഗ്ലീഷിൽ അതിന് ഓംനി എന്നുള്ളത്, ഓംനി പ്രസന്റ്, ഓംനിസെന്റ്, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ഒന്നുമില്ല, ഏറ്റവും വലുത് അല്ലെങ്കിൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഓംനി പ്രസന്റ്. ഹീസ് പ്രസന്റ് എവരിവെയർ എന്ന് ഉദ്ദേശിക്കാൻ മലയാളത്തിൽ നമ്മൾ പറയുന്നത് സർവ്വവ്യാപി എന്നാണ്. സർവ്വവ്യാപി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു കാര്യം വായു എല്ലായിടത്തും ഉള്ളതുപോലെ ഒരു സർവ്വവ്യാപനം, അല്ലെങ്കിൽ വെളിച്ചം പറക്കുമ്പോൾ അത് എല്ലായിടത്തും വ്യാപിക്കുന്നത് പോലെ ഒരു ആ ഒരു അർത്ഥത്തിലല്ല. ആ ഒരു അർത്ഥം എങ്ങനെ വേണമെങ്കിലും ദൈവത്തിന് എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് എപ്പോഴും ഉണ്ട് ദൈവം. അത് ഏത് സ്ഥലത്ത് ഇവിടെ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന് പല സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. നമുക്കറിയാമല്ലോ, അതിന് 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ട്, അല്ലെ? മത്തായിയുടെ സുവിശേഷത്തിനകത്ത് നമ്മളത് 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ ഇവിടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ, കാനഡയിലാണ് ഞാൻ, കാനഡയിൽ ദൈവമുണ്ട്, എൻ്റെ കർത്താവിന്റെ പ്രസൻസ് ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു മീറ്റിംഗ് കൂടുമ്പോൾ അവിടെയും ദൈവമുണ്ട്, അവിടെയും കർത്താവുണ്ട്. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ ആത്മാവിന് പറ്റും. പക്ഷെ നമ്മൾ ഈ ഫിസിക്കൽ സ്റ്റാച്ചറിനകത്ത് ആയതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് അത് പറ്റും.
അത് പറ്റും. അതുപോലെ വേണ്ട ഇവിടുത്തെ മീറ്റിംഗ് ദൈവമുണ്ട്, അവിടുത്തെ മീറ്റിംഗ് ദൈവമുണ്ട്. എന്തിനാ നമ്മളുടെ ഒരാൾ വെളിയിൽ പോകുമ്പോൾ നമ്മൾ ദൈവവൈതലാകുന്നതുകൊണ്ട് നമ്മുടെ കൂടെയും ദൈവമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടപ്പോൾ തന്നെ നമ്മുടെ കൂടെയും ദൈവം നടക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവത്തിന് പറ്റും. നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധി കൊണ്ടും ഇതുകൊണ്ടും നമുക്ക് അങ്ങനെ ആ കാര്യങ്ങളെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. പക്ഷെ നമുക്കൊരു പുതിയ ശരീരമൊക്കെ കിട്ടി നമ്മൾ കർത്താവിന്റെ കൂടെ നിത്യതയിൽ എത്തുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുവരെ ക്ഷമിക്കുക. അതുവരെ നമുക്കൊന്ന് ദൈവം പറയുന്ന കാര്യങ്ങളെ നമുക്ക് ആ സിറ്റീസ് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ പറയുന്നത് ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. ഓക്കെ, അതിന് ഞാൻ പറഞ്ഞല്ലോ, വ്യാപനം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വായു വ്യാപിച്ചിരിക്കുന്നത് പോലെ ദൈവം എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടെന്നുള്ള തൂണിലും തുരുമ്പിലും എന്നൊക്കെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ വേക്കന്മാരിന് കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു അർത്ഥത്തിലൊന്നല്ല, എന്നാലും തൂണിലുണ്ട്. അതൊക്കെ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൂണിനകത്ത് നിങ്ങളുണ്ടെങ്കിൽ ദൈവം തൂണിനകത്തും വരും. അത് തുരുമ്പെന്ന് പറഞ്ഞാൽ തുരുമ്പിനകത്ത് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുള്ളത് കൊണ്ട് ദൈവത്തിനോട് എത്തിയേ പറ്റത്തുള്ളൂ. അതിനൊന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊരു ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ വായിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. ഓക്കെ, അതിനായിട്ട് ഇപ്പൊ നമുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 139. സങ്കീർത്തനം 139. സങ്കീർത്തനങ്ങൾ 139. വളരെ സ്ലോ ആയിട്ടേ ബൈബിൾ സ്റ്റഡി പോകുന്നുള്ളൂ. അത് മതിയല്ലോ, നമുക്ക് അങ്ങനെ നിർദ്ദേശിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. പതിയെ പതിയെ ദിവസം ആഴ്ചയിൽ 1-2 ബൈബിൾ സ്റ്റഡിയോ ചിലപ്പോൾ 3 ബൈബിൾ സ്റ്റഡി കിട്ടുന്നിരിക്കും. നിങ്ങൾ അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, സങ്കീർത്തനങ്ങൾ 139 7-8 എൻ്റെ ഓർമ്മ. സങ്കീർത്തനങ്ങൾ 130 7 തൊട്ട് 7 to 12. 139. 7 തൊട്ട്. ഓക്കെ, അതിനകത്ത് 7 ദാവീദ് ആ ദൈവത്തെക്കുറിച്ച് തൻ്റെ ഉള്ള ആ ഒരു അറിവിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച്. നിന്റെ ആത്മാവിനെ ഒളിച്ച് നിന്നെ ഒളിച്ച്. ആത്മാവെന്ന് പറയുന്നതല്ലേ വ്യക്തി. അപ്പൊ നിന്നെ ഒളിച്ച് ദൈവമേ ഞാൻ എവിടെ പോകും? എങ്ങോട്ട് പോകാനാ? ഇപ്പൊ ഞാന് അവിടുന്ന് വന്ന് കാനഡയ്ക്ക് വന്നല്ലോ. അപ്പം ഞാനിപ്പോ അവിടെ ആയിരുന്നു, ഡൽഹിയിലായിരുന്നു പോലെ, ദൈവമേ ഞാൻ കാനഡയിൽ പോയാൽ നീ അവിടെയുണ്ട്. അത് കാനഡയിൽ ഓൾറെഡി ഇവിടെ ദൈവം പരന്നിരിക്കുന്നുണ്ടല്ലോ, ഓക്സിജൻ ഉള്ളതുപോലെ ഇരിക്കുന്നുണ്ടല്ല. ഞാനിവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാനുള്ളിടത്ത് എൻ്റെ ദൈവം കാണും. അതപ്പോ എന്തുകൊണ്ടാ? എനിക്ക് ഒളിച്ചൊളിപ്പാൻ പറ്റത്തില്ല. ഞാൻ എവിടെ പോയാൽ അവിടെ എല്ലാം ഉണ്ട് ദൈവം. അപ്പം ദൈവം തീയിലില്ല. പക്ഷെ ശദ്രക് മേശക് അബേദ്നെഗോ തീയിലുള്ളപ്പോൾ അവിടെ ദൈവം കാണും. അറിയാമല്ലോ, 3 പേരോടുള്ളപ്പോൾ 4മതൊരുവനെ അവിടെ കണ്ടു. അവിടെ ദൈവമുണ്ട്. മോശ ഹോരേ പർവ്വതത്തിൽ ചെന്നപ്പം ആ ഹോരേ പർവ്വതത്തിലൊക്കെ ചെടി കത്തുന്നതായിട്ട് മോശ കണ്ടു. അത് പക്ഷെ അവിടെ ഓൾറെഡി ദൈവം അവിടെ നിൽക്കുന്നതുകൊണ്ടാണോ? അല്ല. പിന്നെ മോശ അവിടെ ചെല്ലും. മോശ അങ്ങോട്ട് വിളിച്ചത് തന്നെ ദൈവമാണ്. അവിടെ മോശയ്ക്ക് ദൈവ ദർശനം കൊടുക്കാനായിട്ട് മോശ അവിടെ വന്ന. എന്നിട്ട് മോശ പറയും, ദൈവം പറയുന്നുണ്ട് ഇത് വിശുദ്ധ സ്ഥലമാണ്. കാരണം ഞാനിവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിക്കാം, ഞാനിവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ വിശുദ്ധ സ്ഥലമായിട്ട് നീ കാണണം എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, അതുപോലെ യാക്കോബ് യേശാവിനെ ഭയന്ന് ഓടുന്ന സമയത്ത് അല്ലേ, ഹാരാൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ഹാരാൻ എന്നല്ലേ? അതെ, അവിടെ ആ സ്ഥലത്ത് വെച്ച്, അതെ ഒരു മിനിറ്റ്, അതിന്റെ പേര് ഹാരാൻ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വെച്ച പിന്നെ അതിന് ആ ബഥേൽ എന്നുള്ള പേരിട്ടത്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഉത്പത്തി 28 അതെ. ഓക്കെ, 28 പിന്നെ ആ സ്ഥലത്തിനാണ് പിന്നീട് യാക്കോബ് ബഥേൽ എന്ന് പേരിട്ടത്. ഓക്കെ, അതിന് വേണമെങ്കിൽ എടുക്കാം. ഉത്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ ശരിക്കും അങ്ങോട്ട്, ഉൽപ്പത്തി പുസ്തകം 28 ഇവിടെ ഒരു മിനിറ്റ്, 28 10-ാം വാക്യത്തില്, എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ടു. അതെ, ഞാൻ പറഞ്ഞ ശരി തന്നെ, ഹാരാനിൽ വെച്ച് തന്നെ. ഹാരാൻ തന്നെ എന്റെ സ്ഥലത്തിന്റെ പേര്. ആ ഹാരാനിൽ വെച്ചാണ് ഒരു കല്ലെടുത്ത് വെച്ച് അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരു കല്ലെടുത്ത് വെച്ച് തലയിണ വെച്ചെടുത്ത് ഉറങ്ങിയതും അല്ലേ.
പിന്നെ അവിടെ വെച്ചൊരു ദർശനം കണ്ടതും ഒക്കെ. എന്നിട്ട് പറയോ ദൈവമേ ഞാൻ അറിഞ്ഞില്ല ഇവിടെ നീ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ യാക്കോബിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ രീതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ദൈവം അവിടെ വന്ന എന്തുവാ? അതെന്തുകൊണ്ടാണ്? യാക്കോബ് അവിടെ ഉള്ളുണ്ട്. യാക്കോബിനെ കുറിച്ച് ദൈവിക പദ്ധതിയുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ആരുണ്ട് നിങ്ങളുടെ കൂടെ? ദൈവമുണ്ട്. അത് ദൈവം ഉള്ള സ്ഥലത്ത് നിങ്ങൾ എത്തിയതല്ല, മറിച്ച് നിങ്ങളുള്ള സ്ഥലത്ത് ദൈവിക സാമീപ്യം വരുന്നതാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെയാണ്. ആ ഒരു രീതിയിലാണ് അതിനെ കാണേണ്ടത്. ഈ ഒരു കാര്യമാണ് പറയുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ദൈവം പറഞ്ഞത്, ഞാൻ ഭൂമിയിലെങ്കിലും കൂടിയിരിക്കേണ്ടതിന് എന്നെ മാനിക്കുന്ന എന്നെ വെക്കുന്നതോടെ എല്ലാം എപ്പോഴും ഞാൻ ഉണ്ടാവും. അത് എവിടെ സ്ഥലത്തായാലും, അത് വെളിയിലും ഉണ്ട് അകത്തും ഉണ്ട്, അവരുടെ കൂടെയും ഉണ്ട്, അവരുടെ അകത്തും ഉണ്ട്. അവർ ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണും. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ കൂടെ എവിടെയും ഉണ്ടായിരിക്കും. എന്നിട്ട് ആ സ്ഥലത്തിനാണ് യാക്കോബ് പിന്നെ ബഥേൽ എന്നുള്ള പേരിട്ടതും ഒക്കെ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് മനസ്സിലായി എന്ന് തോന്നുന്നു. ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. ദൈവം എല്ലായിടത്തും ദൈവത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലവും ഒരിടത്തുമില്ല. അത് ഭൂമിയിലാകട്ടെ, സ്വർഗത്തിലാകട്ടെ, ഈ എൻറ്റയർ ക്രിയേഷനിലാകട്ടെ, സൗരയൂഥത്തിലാകട്ടെ. നിങ്ങൾ ചന്ദ്രനിൽ ചെന്നാൽ അവിടെയും കാണും. നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും ഗ്രഹം ചൊവ്വാഴ്ച ചെന്നാൽ അവിടെയും ദൈവം കാണും. ഇനി അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ ഇവിടെ ഈ 139 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ കിടക്ക എടുത്ത് പാതാളത്തിലോട്ട് പോകാന്ന് വെച്ചാൽ, പാതാളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും സ്ഥലം അല്ലല്ലോ. എന്നാൽ പോലും അവിടെ ദൈവം വരും. എന്തിനെന്നറിയാം? അവിടെ ദൈവം സഹായിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല, അവിടെ വ്യാപിച്ചു കിടക്കുന്നൊന്നുമല്ല. പിന്നെന്തറിയാം, എനിക്ക് ബൈ ചാൻസിൽ അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. അവിടെ നിന്ന് ബൈ ചാൻസിൽ പോകേണ്ടി വന്നാൽ ഞാൻ അവിടെ ഉള്ളവനല്ലല്ലോ. അതുകൊണ്ട് wherever I am there, God will be there. My God will be there because I am there. ഞാൻ ഉള്ളത് കൊണ്ട് എൻ്റെ ദൈവം അവിടെയുണ്ട്. ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആർക്കണം, നിങ്ങൾ ദൈവപൈതലാണ്, ദൈവിക പദ്ധതിയിലുള്ളതാണ്. യാക്കോബിനെ പോലെ അല്ലെ, മോശയെ പോലെ ഒക്കെ നിങ്ങളും ദൈവപദ്ധതിയിലുള്ളതായുണ്ട്. wherever you go, God is with you. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ ബി വെരി കെയർഫുൾ ദാറ്റ് whatever you do or whatever you say, നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ കൂടെയുള്ള ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ദൈവം ഒരിക്കലും വ്യക്തിപരമായിട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ അങ്ങനെ പറയുകയൊന്നും അടിക്കുകയൊന്നും ചെയ്യത്തൊന്നും ഇല്ലല്ലോ. എന്നാലും ആ സർവശക്തനായ ദൈവം പിതാവായിട്ട് അവർ വരുന്നത്, പിതാവായിട്ടും ദൈവമായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിവരം നിങ്ങൾ ഓർത്തുകൊള്ളുക. ഹീസ് ഓംനി പ്രസന്റ്. ഓക്കെ, സർവ്വവ്യാപിയായിട്ടുള്ള. അപ്പൊ സർവ്വവ്യാപി എന്നുള്ളതിന്റെ ഒരു അർത്ഥം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ക്ലാസ് എടുത്ത്. എനിക്ക് തോന്നുന്നു സമയം ഇന്നത്തെ ഇത് മതിയാകും. ചെറിയ ക്യാപ്സ്യൂൾ ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ ഇരുന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. ഓക്കെ, ഇന്ന് ഞാനിവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്ത 2 ക്ലാസ് ഒന്നും എടുക്കാം. ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ക്ലാസ്, അല്ലെങ്കിൽ ചിലപ്പോൾ 3 ക്ലാസ്സൊക്കെ ചിലപ്പോൾ ഒരാഴ്ച നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരിക്കും. നിങ്ങൾ വായിച്ച് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ദൈവം നിങ്ങളുടെ എല്ലാവരെയും ഇന്നത്തെ ഈ തിരുവചനത്താൽ അനുഗ്രഹിക്കട്ടെ.